ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന ഫിഷ് ഫ്രൈയുടെ കൂടെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഒരു വ്യത്യസ്തമായ ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മളിന്നിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഈ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഫ്ലഷ് കൂടുതലുള്ള ഏത് ഫിഷ് വേണമെങ്കിലും ഇതിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്നത് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. നമ്മൾ ആ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ച സമയം കൊണ്ട് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനൊരു 5-6 വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുക്കുക. അതിനുശേഷം ഒരു സവോള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോള എടുത്ത് അതും ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ്. അതിൻ്റെ പകുതി പോർഷനും ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട്. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഫെനൽ സീഡ്, അതായത് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഫിഷിൽ മസാല പുരട്ടുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് നേരത്തെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് അങ്ങ് പറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഫിഷ് ഫ്രൈക്ക് നമ്മൾ ചെയ്യുന്നതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫിഷ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല, ഈ ഒരു പാകം മതിയാവും കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഫിഷ് എല്ലാം ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണേ. നമ്മളപ്പോൾ ആ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ആ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ മസാലയുടെ പച്ചമണക്ക് മാറി അതൊന്ന് ഡാർക്ക് കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരുകിയതാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരുകിയത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയുമായിട്ട് ഈ തേങ്ങ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മളുടെ തേങ്ങയും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് പറക്കി വെക്കാം. ഫിഷ് ഇതിലേക്ക് പറക്കി വെച്ചതിന് ശേഷം ഈ മസാല ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഫിഷ് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി വിതറി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കണേ. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം. ഞാനപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ചേർത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആയിട്ടാണ് നമ്മളിതിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ മസാല നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.